ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത്. മറ്റൊന്നുമല്ല, പോംഗ്രനേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പോംഗ്രനേറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പോംഗ്രനേറ്റ് മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു പോംഗ്രനേറ്റ്, അതിൻ്റെ പീൽസ് എല്ലാം കളഞ്ഞ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടർത്തിയെടുത്തതാണ്. ഒരു കവർ പാല് ഫ്രീസറിലേക്ക് വെച്ച് സെറ്റാക്കി എടുത്തതാണ്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പോംഗ്രനേറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുവാൻ. ആദ്യം നമുക്ക് ഈ പോംഗ്രനേറ്റ് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പോംഗ്രനേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. പോംഗ്രനേറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റിയേക്കാം. നമുക്ക് ഈ ഒരു ജ്യൂസ് മാത്രം മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള പോംഗ്രനേറ്റ് ജ്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്ത പോംഗ്രനേറ്റ് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെറ്റാക്കി എടുത്ത പാല് ഈ ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ പോംഗ്രനേറ്റ് മിൽക്ക് ഷേക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ പോംഗ്രനേറ്റ് മിൽക്ക് ഷേക്ക് റെഡിയാണ്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ മിൽക്ക് ഷേക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പിങ്സിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി. കുറച്ച് പോംഗ്രനേറ്റും കൂടി വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള പോംഗ്രനേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.